ഗൈസ് ഇന്ന് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേണ്ടി വന്നേക്കണം. ആ ഒരു കാണുന്ന മഞ്ഞിൻ്റെ നടുക്കാണ് നമ്മുടെ ഗ്രൗണ്ട്. കാണാൻ പോലും പറ്റില്ല കേട്ടോ. ഇവിടെ കുറേ കിടിലം ബൊഗൈൻ വില്ലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല കിടില സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ കുറേ അടിപൊളി ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു അടിപൊളി ചെടി ഞാൻ കാണിച്ചു തരാം. ഇത് റോസപ്പൂ കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് കണ്ട എൻ്റെ കൈ, ഇത് റോസാപ്പൂ. ഇത് നല്ല കിടിലൻ സ്ഥലം കേട്ടോ. ഞാനൊരു ഡ്രിഫ്റ്റർ തന്നെ. മീറ്റ് മിസ്റ്റർ റൈനാഡ് റോബിൻസൺ. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കണ്ടോ, എന്ത് കിടിലൻ സ്ഥലം നോക്കിയത്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട്. നമ്മൾ വെളുപ്പിന് 2 മണി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്തൊന്നുമില്ല, നേരെ കയറി കിടന്നുറങ്ങി. രാവിലെ ഫുഡ് കഴിച്ച് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നേക്കണം. എൻ്റെ ഈ പുറകെ കാണില്ലേ, ഇതാണ് ഗ്രൗണ്ട്. DJ പ്ലെയർ ആയിട്ടുള്ള റൈനാഡ് റോബിൻസൺ ഉണ്ട്. ഭയങ്കര വലിയ DJ പ്ലെയറാണ്. പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ 4000 രൂപയാണെങ്കിലും വന്നോളും. നല്ല പ്രകൃതി രമണീയമായ ഗ്രൗണ്ട്. അതിലിവിടുന്ന് നോക്കിയത് തന്നെ ഉണ്ടല്ലോ, നമ്മളിവിടുന്ന് ഡയറക്റ്റ് കാണുന്ന സീനറി എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടം. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നിയ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഒരു പാവപ്പെട്ട ചെറുക്കനൂടെ പഴവും ഓറഞ്ചും വെക്കാനായിട്ട് വേണ്ടി. നിനക്കൊക്കെ വിഴുങ്ങാനല്ലേ? പ്ലസ് ടു ആണ് പഠിക്കുന്നത്. ഓറഞ്ചും ഇത് ഇവിടെ ഉണ്ടായ ഓറഞ്ചാന്നാണ് പറഞ്ഞത്. വീട്ടിൽ സ്വന്തമായിട്ട് വിളവെടുക്കുന്ന ഓറഞ്ച്, കസ്റ്റം മെയ്ഡ്. വാഴക്കൃഷിയുണ്ട് ഇവിടെ മൂന്നാറിൽ. നമ്മുടെ അയ്യൂബ് സൺസ്ക്രീനൊക്കെ ഇട്ട് വാട്ടർ ബോയ് ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ജേഴ്സി ഒക്കെ ചേഞ്ച് ചെയ്ത് ഫുള്ള് വൈറ്റ് ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഗെയിമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മല്ലു ക്രിക്കറ്റിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇഞ്ചുറി പറ്റിയാനാണ് ഇങ്ങനെ ചിരിക്കുന്നതായിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ബാറ്റ്സ് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കളി നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ രണ്ടാമത്തെ കളി നമ്മൾ അതിശക്തമായിട്ട് ജയിച്ചു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. നമ്മൾ സ്റ്റേ എടുത്തേക്കണ എവിടെയാ? ചൊക്രമുടിയാ. വി ആർ ഗോയിങ് ടു ചൊക്രമുടി. നമ്മളിന്ന് വന്നിട്ടുള്ളത് വയനാടിൻ്റെ കാറിലാണ്. കാറിൻ്റെ കമ്പനി എന്ന് പറയുന്നത് സ്കോഡ. ഇവനാണ് ഞങ്ങളുടെ മാനേജർ. ഇന്ന് വന്നപ്പോ തൊട്ട് ഉറക്കമായിരുന്നു. അത് മതി. അപ്പൊ ഗായ്സ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? നീ അതുകൊണ്ടാണ് ഇങ്ങനെ നീ മാനേജറായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്ന് പോയ. ഇവൻ അടുത്ത അസ്ത്രമാണ്. യെസ്, ഇത് നമ്മൾ ദുബായിൽ നിന്ന് കോടികൾ ഇറക്കി വിളിച്ച ഒരു പ്ലെയർ ആണിത്. ഡബർ ബാൻഡിന്റെ മികച്ച ഒരു പ്രകടനം ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട്, കാണുക. വേണ്ട ഗൈസ്, ഇവനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അൺഫോളോ ചെയ്തോളാം. നമ്മളങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റേഡ് അങ്ങോട്ടേക്ക് വന്നേക്കണം. അപ്പോൾ ഇവിടെ ഒരു അരുവിയുണ്ട്. അരുവി കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കയ്യിൽ പലഹാരങ്ങളുണ്ട്. യെസ് ഗൈസ്, ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ട്രീ ഹൗസ്. ഓക്കെ, ഇനി ആരെല്ലാം പറയാനുണ്ടോ? ഇതാണ് സ്ഥലം. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ഇവിടെ റൈനാടും ഉണ്ട്. കിടില ഊഞ്ഞാലാട്ടോ, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഊഞ്ഞാലാടിയിട്ട്? ഉണക്കാട്ടേക്കണോ? അങ്ങനെ നമ്മള് എന്താ അത്, അങ്ങനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിട്ട് പോവാണ്. അതിനുവേണ്ടി ഇവിടെ ജീപ്പൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടക്ടർ വയനാട് സാർ. നമ്മൾ നേരെ സ്റ്റേയിലേക്ക് വേണ്ടി പോവാണ്. സ്റ്റേയിലേക്ക് പോവാണ്. സ്റ്റേയിലേക്ക് പോവാണ്.
ടോപ്പിലെത്തി. അങ്ങനറ്റത്ത് നമുക്ക് ചെണ്ടമേള കേൾക്കാൻ പറ്റൂട്ടെ ഏതൊരു അമ്പലത്തിലെ പരിപാടിയുടെ. വാവ്, ഇവിടെ ഒരു അടിപൊളി ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം റിസ്കിൽ ആടി കഴിഞ്ഞാൽ വിഷയമില്ല, അല്ലെങ്കിൽ ആ വഴി അങ്ങ് പോവാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്, പോയി കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോവാം. പിന്നെ നമുക്ക് താഴെ അങ്ങ് അറ്റത്തുനിന്ന് കിട്ടും. ഇപ്പോൾ കോട വന്നിട്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇവിടെ കോട കയറുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കണ്ടോ, നമ്മുടെ കൂടെ ഡ്രൈവർ മണികണ്ഠനുണ്ട്. ഇന്നലെ നൈറ്റ് വന്നേക്കണായിരുന്നു, നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലേ. ഇതാണത് ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ, ഇന്നലെ പറഞ്ഞ ഡേഞ്ചർ ഊഞ്ഞാൽ. നമ്മളിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. നമുക്ക് താഴത്തുനിന്ന് നമ്മുടെ ജീപ്പ് പയ്യെ കയറി വരുന്നുണ്ട്. നമുക്ക് 11 മണിക്കാണ് നമുക്കിനി നെക്സ്റ്റ് കളി ഷെഡ്യൂൾ ചെയ്തേക്കണം ഗൈസ്. നമ്മളിപ്പോൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് അടുത്ത മാച്ചിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വ്ളോഗുമായി പിന്നെ വരും. ഓക്കെ, ബൈ.